ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ NRI സീറ്റിന് അപ്ലൈ ചെയ്തവരുടെ അവരുടെ സെലക്ഷൻ ലിസ്റ്റ് വന്നു. അപ്പോൾ അതിലുള്ള ഒരു പാരൻറ്റ് വിളിച്ച് ആ ഒരു കുട്ടിയുടെ പാരൻറ്റിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു, സാറേ ഇയർലി ഫീസ് 2 lakhs ആണ്, ഇത്രയും പൈസ കൊടുത്ത് അവിടെ ചേരുന്നത് വെർത്താണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മറ്റേ മെറിറ്റ് ഫുൾ ഫീസ് സീറ്റിന് ചേരാവുന്നതിനെ പറ്റിയിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, സാർ അത് കൊടുക്കണോ, വെർത്താണോ എന്ന്. 75,000 കൊടുക്കണം, മെറിറ്റ് സീറ്റിലാണെങ്കിൽ 35 കൊടുക്കണ്ടു. അപ്പോൾ ഈ എല്ലാവർക്കും ഒരു സംശയമാണ്, ഇത്രയും പൈസ കൊടുത്തിട്ട് അവിടെ പഠിക്കുന്നത് വെർത്താണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു എല്ലാവർക്കും കൂടുതൽ കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും കേട്ടോ, ശ്രദ്ധിച്ചോളൂ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റിയിട്ട് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ IHRDയുടെ കീഴിലുള്ള നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്. IHRDയുടെ മാത്രമല്ല, എല്ലാ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലും വെച്ചിട്ട് ടോപ്പ് നമ്പർ വൺ ഇതാണ്. പിന്നെ ഇറ്റ് ഈസ് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്താണ്, തൃക്കാക്കരയിലാണ് ക്യാമ്പസ്. അതിൻ്റെ ഒരു കോർണർ ഇറ്റ് ഈസ് ഷെയറിംഗ് വിത്ത് കൊച്ചിൻ എഞ്ചിനീയറിംഗ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ അത്രയും അടുത്താണ്, സെൻട്രൽ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ചെറിയ ക്യാമ്പസാണ്, മൊത്തത്തിൽ കണ്ടാലൊരു ലുക്ക് തോന്നില്ല നിങ്ങൾ ആദ്യം പോയി കണ്ടു കഴിഞ്ഞാൽ. തൂങ്ങുന്ന ക്ലാസ്സിൽ തൂങ്ങുന്ന വയറിങ് ഞാൻ പോയപ്പോൾ കാണാണ്, ഇപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, മാറ്റുമെന്നറിയില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഡൈനിങ് ടേബിള്, പിന്നെ ഇതൊക്കെ. പക്ഷേ മറ്റ് പുറത്തുള്ള എൻജിനീയറിംഗ് കോളേജ് പോലെ തന്നെ ചുമരിൽ ഈ കാൽ വെച്ച അടയാളം ഉണ്ടാവില്ല. കുട്ടികൾ മിക്ക കോളേജിൽ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു കാലെടുത്തിട്ട് ചുമരിന് മുകളിലേക്ക് വെക്കും. ആ പാട് ചുമരിൽ കോളേജുകളിൽ മൊത്തത്തിൽ കാണാൻ പറ്റും. ഇതൊന്നും അവിടെ കാണില്ല. കാരണം കാണാനൊരു കോളേജിൽ ലുക്കില്ലെങ്കിലും ചുമരിൽ കാല് വെച്ച അടയാളങ്ങൾ, കാൽപ്പാടുകൾ കാണില്ല. കാരണം അവർക്ക് കോളേജ് സരസ്വതി ക്ഷേത്രമാണ്, അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യില്ല. ഹോസ്റ്റൽ സൗകര്യം തീരെ കുറവ്, വിദ്യാർത്ഥികൾ കൂടുതലും പുറത്താണ് സമ്മതിക്കുന്നത്. പുറത്ത് നല്ല സൗകര്യമുണ്ട്, ഹോസ്റ്റലില്ല എന്ന് കരുതിയിട്ട് മടിച്ചിട്ട് കോളേജിന് ഓപ്ഷൻ കൊടുക്കാതിരിക്കരുത്. പുറത്ത് നല്ല സൗകര്യങ്ങളുണ്ട്. PG ക്യാമ്പസിൽ ഗവൺമെൻറ് കോളേജിൻ്റെ അടിപൊളിയൊന്നും കാണില്ല. 1980 തുടങ്ങി ഇതുവരെ ഒരു സമരം നടക്കാത്ത കോളേജാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിത്തോരണങ്ങളൊന്നും അവിടെ കാണില്ല. പക്ഷേ പകരം വിദ്യാർത്ഥികളുടെ സെമിനാറിൻ്റെയും പ്ലേസ്മെൻറ്റിൻ്റെതും റിലേറ്റഡ് ബാനറുകൾ ഇഷ്ടംപോലെ അവിടെ കാണാം. റിസൾട്ടിനെ പറ്റി പറഞ്ഞാൽ ടോപ്പാണ്. CETയോട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തോട് കടപിടിക്കുന്ന റിസൾട്ടാണ്. പ്ലേസ്മെൻറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും 95% കാണും പ്ലേസ്മെൻറ്റ്. ഇനി സാലറി പാക്കേജ് അതും ടോപ്പാണ്. യൂണിഫോം, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിന് ആദ്യമായിട്ട് യൂണിഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ്. തൊട്ടടുത്തുള്ള രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കുട്ടികളുടെ ലുക്കൊന്നും യൂണിഫോം ഇട്ട് പോകുമ്പോൾ കാണില്ല. അല്ലെങ്കിലും പൊന്നിൻ കൂടത്തിന് എന്തിനാ പൊട്ട് അല്ലേ? കാരണം ദർ സബ്ജക്റ്റ് നോളജ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കുട്ടികളെ പറ്റിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നറിയോ? ത്രൂ ഇൻറ്റേൺഷിപ്സ്. എല്ലാ കുട്ടികളും സമ്മർ വെക്കേഷനിൽ വീട്ടിലേക്കല്ല വരിക. അപ്പോൾ ഈവൻ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫസ്റ്റ് ഇയറിൽ 90-80% വീട്ടിൽ. മറ്റു കോളേജിലൊക്കെ കുട്ടികൾ വീട്ടിലേക്കാണ് പോവുക വെക്കേഷനിൽ, സമ്മർ വെക്കേഷൻ. ദേ വിൽ ബി ഗോയിങ് ടു ദ ഇൻഡസ്ട്രീസ് ഫോർ ഡൂയിങ് ദ ഇൻഡസ്ട്രി. കാരണം ഏട്ടന്മാർ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ, അത് കണ്ടിട്ട് അനിയന്മാരും അനിയത്തിമാരും അത് തന്നെ ചെയ്യാണ് വെക്കേഷനിൽ. കാരണം അവരെ നോളജ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ത്രൂ ഇൻറ്റേൺഷിപ്സ്, ഓൺലൈൻ കോഴ്സസ്. ആ ക്ലബ്സ് IEEE, CSI എല്ലാ ക്ലബ്സും പവർഫുള്ളാണ്. മറ്റുള്ള പോലെ പേരിന് മാത്രമേ ഉള്ളതല്ല. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പാഠ്യേതര വിഷയങ്ങളിൽ 100 ആക്ടിവിറ്റി പോയിൻറ്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. പല പാഠ്യഭാഗങ്ങൾക്ക് പുറമെ പല കാര്യങ്ങളും ചെയ്തിട്ട് ആക്ടിവിറ്റി പോയിൻറ്റ്സിന് ഓരോന്നിനും ഉണ്ട്. അത് ഉണ്ടാക്കേണ്ടത് 100 ആക്ടിവിറ്റി പോയിൻറ്റ്സ് 4ാം വർഷം ഫൈനലാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം. എങ്കിലേ അവർക്ക് BTech സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് പല എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും പെടാപ്പാട് വിടുന്നത് കാണാം. എന്നാൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തേർഡ് ഇയർ എത്തുമ്പോഴേക്ക് തന്നെ അവർക്ക് 200-ന് മേലെ ആക്ടിവിറ്റി പോയിൻറ്റ്സ് ഉണ്ടാകും. കാരണം ദേ ആർ ഇൻവോൾവിങ് ഇൻറ്റേൺഷിപ്പ്, എപ്പോഴും പ്രോഗ്രാംസ് തന്നെയാണ് അവർക്ക്. ഇനി ഡിസിപ്ലിൻ്റെ കാര്യം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പോലെ ഒരു നിയന്ത്രണമൊന്നും അവിടെ ഇല്ല. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളെ പോലെ തന്നെ അവിടെ ഒരു നിയന്ത്രണം ഇല്ലല്ലോ. അതുപോലെയാണ് ഇവിടെ, ഒരു നിയന്ത്രണവും ഇല്ല, നോ കൺട്രോൾ. രാത്രി പല വിദ്യാർത്ഥികളും ജോലിക്ക് പോകും. ഊബറിലും ഓലയിലൊക്കെ എറണാകുളത്ത് പോയ ഡ്രൈവർമാരായിട്ട് ഞാൻ ഊബർ മോഡലിലെ വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. എറണാകുളത്ത് തങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് ലോഡ്ജിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്നത്
ആ വിദ്യാർത്ഥികളോട് ഞാൻ ചോദിക്കും, ഫുഡ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഊബറിലും അല്ല സ്വിഗ്ഗിയും സൊമാറ്റോ എന്നൊക്കെ ഫുഡ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിക്കും. പലപ്പോഴും ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പിന്നെ അധ്യാപകരെ പറ്റി ഫാക്കൽറ്റി 50% PhD ഉള്ള സ്ഥിരം അധ്യാപകരാണ്, ജംസ് ആൻഡ് ജെൽസ്. താൽക്കാലിക അധ്യാപകരാണ് ബാക്കി 50%. അവർ ആവറേജ് ആയിരിക്കും. IHRDയുടെ മറ്റ് കോളേജിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ടും അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. പക്ഷേ IHRDൻ്റെ മറ്റ് കോളേജുകളൊന്നും ഇതിൻ്റെ അടുത്തെത്തില്ല കേട്ടോ. അധ്യാപകർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല. അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറും. അതാണ് അതിൻ്റെ അവിടുത്തെ പ്രത്യേകത. ആര് വന്നാലും അവിടുത്തെ സിസ്റ്റം മാറ്റാൻ പറ്റില്ല. അത് 1989 അന്നത്തെ IHRD ഡയറക്ടറായിരുന്ന MP നായർ സാറും ജോയിൻറ്റ് ഡയറക്ടറായിരുന്ന സുബ്രഹ്മണ്യം സാറും ഒക്കെ കൂടി ഉണ്ടാക്കിയൊരു സിസ്റ്റമാണത്. അത് ദേവസ്യ സാറൊക്കെ പവർഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇന്നും ആ സിസ്റ്റത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റമായിട്ട് നിലനിൽക്കുന്നു. എല്ലാ മേഖലകളിലും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ മറ്റ് കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നു. അലുമിനി ഓൾഡ് സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞാൽ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ഫേസ്ബുക്കിലും ഒക്കെ അവരുടെ അലുമിനി ഉണ്ട്. കമ്പനികൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വരുന്നതിൻ്റെ മുമ്പത്തെ ആഴ്ച അവിടെ നിന്ന് കുട്ടികൾ വരും. ഇപ്പം കോഗ്നിസെൻറ്റിൻ്റെ കുട്ടികളാണ് പ്ലേസ്മെൻറ്റാണ് നടക്കുന്നതെങ്കിൽ CTSന്ന് കുട്ടികൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ഇപ്പോഴുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും. ഈവൻ സെലക്ഷൻ ടീമിലുള്ളവർ പോലും കുട്ടികൾ വന്നിട്ട് ട്രെയിനിങ് കൊടുക്കും. ഇതൊന്നും കേരളത്തിൻ്റെ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ. ഇൻറ്റേൺഷിപ്പിന് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യണം കമ്പനികളിലൊക്കെ. അതൊരു വഴിപാടായിട്ടാണ് മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവർ പോയി കഴിഞ്ഞാൽ പല കുട്ടികളും പ്രീ പ്ലേസ്മെൻറ്റ് ഓഫറും കൊണ്ടാണ് വരിക. അതായത് ജോലി കിട്ടിയിട്ടാണ് വരിക. അടുത്ത കൊല്ലം കോഴ്സ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓഫറും കൊടുത്തിട്ടാണ് വരുന്നത്. കാരണം ഈ വിദ്യാർത്ഥികളുടെ ക്യാരക്ടറൊക്കെ അത്ര നല്ലതാണ്. കാരണം സൂപ്പറാണ്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന അറിയാമോ? ത്രൂ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻറ്ററാക്ഷൻ വിത്ത് പിയർ ഗ്രൂപ്പ് ആൻഡ് ദർ ഫാക്കൽറ്റി, ഇങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഇറ്റ് ഈസ് എ സ്റ്റുഡൻറ്റ് ഡ്രിവൺ ക്യാമ്പസ്. സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ കോളേജ് ഈസ് അഡ്മയറബിൾ. സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയേഴ്സിനെ എല്ലാ മേഖലകളിലും ഗൈഡ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ 8 മിനിറ്റോളം ആയി. ബെറ്റർ കട്ട് ചെയ്തിട്ട് ചെയ്യാം, കാരണം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ കൂടെ ചെയ്തു തരാം, ബാക്കി ഭാഗം കൂടി പറഞ്ഞു തരാം. താങ്ക് യു ഫ്രണ്ട്സ്, സീ യു അഗൈൻ.